എല്ലാവർക്കും നമസ്കാരം. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന 4th ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത് അല്ലേ? ആ ചാപ്റ്ററിൽ വെക്ടേഴ്സിൻ്റെ പല പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്ടർ ആകണമെങ്കിൽ അത് ഒബേ ചെയ്യേണ്ട റൂൾസ് നമ്മൾ ഫോം ചെയ്യിക്കണം എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. വെക്ടേഴ്സിൻ്റെ ആൾജിബ്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെക്ടർ ആൾജിബ്രയിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യേണ്ടത് എന്നാണ്. അതിനുവേണ്ടി ഒരു വെക്ടറിനെ ഞാൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. വെക്ടറിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഇതിൽ ഈ ആരോ മാർക്കുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേര് വെക്ടറിൻ്റെ ഹെഡ് എന്നാണ്. ആൻഡ് ദി അതർ പാർട്ട് ഈസ് കോൾഡ് ദി ടെയിൽ ഓഫ് ദ വെക്ടർ. നൗ ഇൻ ദ ഫിഗർ യു ക്യാൻ സീ ടു വെക്ടേഴ്സ്, സേ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. എനിക്ക് ഈ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കും. എ എന്ന വെക്ടറും ബി എന്ന വെക്ടറും കൂടി ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് എ പ്ലസ് ബി എന്ന വെക്ടർ ഫോം ചെയ്യണം. ആദ്യം അറിയുക, ദിസ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ഇൻ ദ സെയിം പ്ലെയിൻ. നമുക്ക് ഈ വെക്ടേഴ്സിനെ ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിനെ ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഹെഡ് ടു ടെയിൽ. ഈ മെത്തേഡിനെ അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ, ഈ മെത്തേഡിൽ നിങ്ങൾക്ക് വെക്ടേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ഈ ബി എന്ന വെക്ടറിനെ നിങ്ങൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യിച്ച് ദേ ഇതുപോലെ പ്ലേസ് ചെയ്യണം. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ നിങ്ങൾ കാണുന്നത്? ദ ടെയിൽ ഓഫ് ദ വെക്ടർ ബി ഈസ് ടച്ചിങ് ദ ഹെഡ് ഓഫ് ദ വെക്ടർ എ. അപ്പോൾ രണ്ടാമത്തെ വെക്ടറിൻ്റെ ടെയിൽ ആദ്യത്തെ വെക്ടറിൻ്റെ ഹെഡിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം യു ഡ്രോ എ വെക്ടർ from the tail of the first vector to the head of the second vector. ഓക്കെ, എന്താ പറഞ്ഞത്? ആദ്യത്തെ വെക്ടറിൻ്റെ ടെയിലിൽ നിന്നും ദേ ഇതുപോലെ സെക്കൻഡ് വെക്ടറിൻ്റെ ഹെഡിലേക്ക് ഒരു വെക്ടർ വരയ്ക്കുക. ദിസ് വെക്ടർ വിൽ ബി ദ സം ഓഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് head to tail method of vector addition. And here you can see the three vectors form a triangle. So this method is also called triangle method of vector addition. Now we are going to check whether vector addition is commutative or not. What is meant by commutative property? If A and B are two vectors, if A plus B is equal to B plus A, we can say that addition is commutative. അതിനു വേണ്ടി നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഇമാജിൻ ചെയ്യാം. സി, ദിസ് ഈസ് വെക്ടർ എ ആൻഡ് ദിസ് ഈസ് വെക്ടർ ബി. നോക്കൂ, ബി എന്ന സെക്കൻഡ് വെക്ടറിൻ്റെ ടെയിൽ എ എന്ന ആദ്യത്തെ വെക്ടറിൻ്റെ ഹെഡിലാണല്ലോ ടച്ച് ചെയ്യുന്നത്. സോ ഐ എം ഗോയിങ് ടു ഡിറ്റർമിൻ എ പ്ലസ് ബി. ഫോർ ദാറ്റ് ഐ വിൽ ഡ്രോ എ വെക്ടർ ഫ്രം ദ ടെയിൽ ഓഫ് എ ടു ദ ഹെഡ് ഓഫ് ബി. യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ ഫിഗർ. ആൻഡ് ദിസ് ഈസ് വെക്ടർ എ പ്ലസ് ബി. ഇനി നമുക്ക് ഈ ബി എന്ന വെക്ടറിനെ ഇവിടെ നിന്ന് മൂവ് ചെയ്യിച്ച് ദേ ഇതുപോലെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വെക്ടറും ബി എന്ന വെക്ടർ തന്നെയാണ്. ബിക്കോസ് ബോത്ത് ദ വെക്ടേഴ്സ് ആർ ഹാവിങ് സെയിം ഡയറക്ഷൻ ആൻഡ് ദേ ആർ ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ്. ഇനി ഈ എ എന്ന വെക്ടറിനെ ഞാൻ ഇവിടെ നിന്ന് ദേ ഇതുപോലെ മൂവ് ചെയ്യിച്ച് ബിയുടെ ടെയിലിലേക്ക് പ്ലേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ പുതിയതായി രണ്ട് വെക്ടേഴ്സ് കാണാൻ പറ്റും. ഒന്ന് വെക്ടർ ബി ആണ്, രണ്ടാമത്തേത് വെക്ടർ എ ആണ്. ഹെഡ് ടു ടെയിൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ബിയുടെയും എയുടെയും കൂടി സം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമുക്കറിയാം. വി ഹാവ് ടു ഡ്രോ എ വെക്ടർ ഫ്രം ദ ടെയിൽ ഓഫ് ബി ടു ദ ഹെഡ് ഓഫ് എ. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ വരച്ച അതേ വെക്ടർ തന്നെയല്ലേ? ദാറ്റ് മീൻസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് same as vector b plus vector a. So we can conclude vector addition is commutative. അപ്പോൾ ഈ ട്രയാങ്കിൾ മെത്തേഡിൽ അല്ലെങ്കിൽ ഹെഡ് ടു ടെയിൽ മെത്തേഡിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ട് വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ്. Now let's try to add three vectors. In the figure you can see three vectors, say vector a, then vector b, and the third vector is vector c. ഹെഡ് ടു ടെയിൽ മെത്തേഡിലെ വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ നോക്കൂ, ഫസ്റ്റ് വെക്ടറിൻ്റെ ഹെഡിൽ ഞാൻ സെക്കൻഡ് വെക്ടറിൻ്റെ ടെയിൽ പ്ലേസ് ചെയ്തു.
സെക്കൻഡ് വെക്ടറിൻ്റെ ഹെഡിലാണ് തേർഡ് വെക്ടറിൻ്റെ ടെയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വെക്ടേഴ്സിനെ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു ആഡ് വെക്ടർ എ വിത്ത് വെക്ടർ ബി. ആ സമ്മിനോടൊപ്പം ഞാൻ വെക്ടർ സി ആഡ് ചെയ്യും. സോ ഫസ്റ്റ് ലെറ്റ്സ് ട്രൈ ടു ഗെറ്റ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അതിനെന്താ ചെയ്യേണ്ടത്? എ എന്ന വെക്ടറിൻ്റെ ടെയിലിൽ നിന്നും ബി എന്ന വെക്ടറിൻ്റെ ഹെഡിലേക്ക് ഇങ്ങനെ ഒരു വെക്ടർ കൺസ്ട്രക്ട് ചെയ്താൽ പോരെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ റെഡ് കളറിൽ കാണുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണ്. ഈ വെക്ടർ എ പ്ലസ് വെക്ടർ ബിയുടെ ഹെഡിലേക്കല്ലേ വെക്ടർ സിയുടെ ടെയിൽ വന്നിരിക്കുന്നതെന്ന് നോക്കൂ. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ബൈ ഡ്രോയിങ് എ വെക്ടർ ഫ്രം ദ ടെയിൽ ഓഫ് വെക്ടർ എ ടു ദ ഹെഡ് ഓഫ് വെക്ടർ സി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്തത് എന്താ? നമുക്ക് ആദ്യം ഈ വെക്ടേഴ്സ് എല്ലാം കൂടി ചേർന്ന് കൊണ്ടൊരു ഓപ്പൺ പോളിഗൺ കിട്ടിയിരുന്നു അല്ലേ? ആ പോളിഗണിനെ ക്ലോസ് ചെയ്താണ് ഞാൻ എല്ലാ വെക്ടേഴ്സിൻ്റെയും കൂടി സം കാൽക്കുലേറ്റ് ചെയ്തത്. ഈ മെത്തേഡിനെ നമ്മൾ പോളിഗൺ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് അറിയേണ്ടത്, നമ്മൾ 3 വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ ആദ്യം എയും ബിയും കൂടി ആഡ് ചെയ്തു. ആ കിട്ടിയ സമ്മിനോടൊപ്പം ഞാൻ സി ആഡ് ചെയ്തു. നമുക്ക് ഈ എ ബി സി എന്ന 3 വെക്ടേഴ്സിനെ ഇനി മറ്റൊരു രീതിയിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. ഞാൻ ആദ്യം വെക്ടർ ബിയും വെക്ടർ സിയും കൂടി ആഡ് ചെയ്യുന്നു. ഐ വിൽ ഗെറ്റ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി. ആ വെക്ടറിനോടൊപ്പം നമുക്ക് വെക്ടർ എ ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് ലെറ്റ്സ് ഡിറ്റർമിൻ വെക്ടർ ബി പ്ലസ് വെക്ടർ സി. അതിനുവേണ്ടി ബിയുടെ ടെയിലിൽ നിന്നും സിയുടെ ഹെഡിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു വെക്ടർ വരച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ റെഡ് കളറിൽ നിങ്ങൾ കാണുന്നത് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ആണ്. നൗ വി ഹാവ് ടു ആഡ് വെക്ടർ എ വിത്ത് ബി പ്ലസ് സി. അതിന് വേണ്ടിയിട്ട് എയുടെ ടെയിലിൽ നിന്നും സിയുടെ ഹെഡിലേക്ക് നിങ്ങളൊരു വെക്ടർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ വരച്ചിരുന്ന അതേ വെക്ടർ തന്നെയാണ് റിസൾട്ട് ചെയ്യുന്നത് എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഈ റിലേഷൻ കാണിക്കുന്നത് എന്താ? വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ് എന്നാണ്. സോ വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് എ എന്നൊരു വെക്ടർ കാണാൻ പറ്റും. ഞാൻ ഈ എ എന്ന വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടർ കൂടി ഫോം ചെയ്യിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് നെഗറ്റീവ് വെക്ടർ മീൻസ് അനദർ വെക്ടർ ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇങ്ങനെ ഞാനൊരു നെഗറ്റീവ് വെക്ടർ ഫോം ചെയ്യിച്ചു. നമുക്ക് ഈ 2 വെക്ടേഴ്സിനെയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. അതിനായി നമുക്ക് ആദ്യത്തെ വെക്ടറിൻ്റെ ഹെഡിലേക്ക് ഈ രണ്ടാമത്തെ വെക്ടറിൻ്റെ ടെയിലിനെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്താ നിങ്ങൾ കാണുന്നത്? ആദ്യത്തെ വെക്ടറിൻ്റെ ടെയിലും രണ്ടാമത്തെ വെക്ടറിൻ്റെ ഹെഡും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് സം ഓഫ് ദീസ് 2 വെക്ടേഴ്സ് ഈസ് 0. ഇത്തരത്തിലുള്ള വെക്ടേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സീറോ വെക്ടേഴ്സ് അല്ലെങ്കിൽ നൾ വെക്ടേഴ്സ് എന്ന്. സോ വി ക്യാൻ സേ സീറോ വെക്ടർ ഈസ് എ വെക്ടർ ഓഫ് സീറോ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വെക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു സംശയം, ഇങ്ങനത്തെ വെക്ടേഴ്സ് ഉണ്ടോ? 0 മാഗ്നിറ്റ്യൂഡ് വരുന്ന വെക്ടേഴ്സ് ഉണ്ടോ? ഉണ്ട്, ഇത്തരത്തിലുള്ള വെക്ടേഴ്സ് ഉണ്ട്. നമ്മൾ മുമ്പ് പൊസിഷൻ വെക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ കിട്ടാൻ ഒറിജിനെ ആ പോയിന്റുമായി ജോയിൻ ചെയ്താൽ മതി എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ഒറിജിൻ്റെ പൊസിഷൻ വെക്ടർ? 0 ആയിരിക്കണ്ടേ? അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് ഒറിജിൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സീറോ വെക്ടർ. ഇനിയുമുണ്ട്. ലെറ്റ് ആൻ ഓബ്ജെക്റ്റ് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. വാട്ട് ഈസ് ഇറ്റ്സ് ആക്സലറേഷൻ? 0. So acceleration of an object moving with uniform velocity is an example for zero vector. Now you consider an object in equilibrium. The total force acting on that object is 0. If an object comes back to the starting point, then the net displacement will be an example for zero vector. ഇനി നമുക്ക് ഈ സീറോ വെക്ടേഴ്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് നോക്കാം. Let the zero vector is added with a vector A. That means vector A plus zero vector equals the vector A itself. ഈ സീറോ വെക്ടറിനെ നമുക്കൊരു സ്കെയിലർ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ.
ലാംഡ എന്ന സ്കെയിലർ കൊണ്ട് ഞാൻ ഈ സീറോ വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ലാംഡ ഇൻറ്റു സീറോ വെക്ടർ ഈക്വൽസ് സീറോ വെക്ടർ. ഈ സീറോ വെക്ടർ ഉപയോഗിച്ച് നമുക്കൊരു വെക്ടറിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താലോ? സോ സീറോ വെക്ടർ ഇൻറ്റു വെക്ടർ എ ഈക്വൽസ് സീറോ വെക്ടർ. ഈ സീറോ വെക്ടറിനെ സാധാരണയായി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സീറോ ബോൾഡ് ഫേസിൽ പ്രിന്റ് ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്ക് വെക്ടേഴ്സിനെ എങ്ങനെയാണ് സബ്ട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. വെക്ടർ സബ്ട്രാക്ഷനായിട്ട് നമുക്ക് പുതിയ മെത്തേഡുകളൊന്നുമില്ല. അഡിഷൻ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഐ വോണ്ട് ടു ഫൈൻഡ് ഔട്ട് 4 - 3. എനിക്ക് മൈനസ് ചെയ്യാൻ അറിയില്ല, ആഡ് ചെയ്യാൻ മാത്രമേ അറിയൂ എന്ന് കരുതും. 4നോട് എന്തെങ്കിലും ആഡ് ചെയ്താൽ അത് 4 - 3 ഈക്വൽ ആകുമോ? നിങ്ങൾക്കറിയാം, 4നോടൊപ്പം -3 ആഡ് ചെയ്താൽ അത് 4 - 3 തന്നെയാണ്. ഇതേ മെത്തേഡ് തന്നെയാണ് ഞാൻ വെക്ടേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെക്ടർ എ മൈനസ് വെക്ടർ ബി. വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈസ് വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി. അപ്പോൾ ഒരു വെക്ടറിൽ നിന്നും മറ്റൊരു വെക്ടർ മൈനസ് ചെയ്യണമെങ്കിൽ മൈനസ് ചെയ്യേണ്ട വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടർ ആദ്യ വെക്ടറിനോടൊപ്പം ആഡ് ചെയ്താൽ മതി. നമുക്ക് ഇത് എങ്ങനെ ഗ്രാഫിക്കലി ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കാം. സി, in the figure, now you can see a vector, say A. Now you have one more vector B. നിങ്ങൾക്ക് കാണാൻ പറ്റും എ എന്ന വെക്ടറിൻ്റെ ഹെഡിലാണ് ബി എന്ന വെക്ടറിൻ്റെ ടെയിൽ. ഈ എയും ബിയും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നോക്കൂ, ഈ എയുടെ ടെയിലിൽ നിന്നും ബിയുടെ ഹെഡിലേക്ക് ദേ ഇതുപോലെ നിങ്ങളൊരു വെക്ടർ വരച്ചാൽ മതി. ഇതായിരിക്കും വെക്ടർ എ പ്ലസ് വെക്ടർ ബി. പക്ഷേ നമുക്ക് വേണ്ടത് എ പ്ലസ് ബി അല്ല, എ മൈനസ് ബി ആണ്. അപ്പോൾ ബി എന്ന വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടർ നമ്മൾ ഫോം ചെയ്യണം. നമുക്കറിയാം, നെഗറ്റീവ് വെക്ടറിന് ബി എന്ന വെക്ടറിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവണം, ഓപ്പോസിറ്റ് ഡയറക്ഷനുമായിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മൈനസ് ബി എന്ന വെക്ടറാണ്. മൈനസ് ബി എന്ന വെക്ടർ വരയ്ക്കുമ്പോൾ ഓർക്കുക, ആ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ബി എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എ മൈനസ് ബി കാൽക്കുലേറ്റ് ചെയ്യാൻ now you draw a vector from the tail of the vector A to the head of the vector minus B. ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് വെക്ടർ എ മൈനസ് വെക്ടർ ബി ആണ്. അപ്പോൾ എ എന്ന വെക്ടറിൻ്റെ ടെയിലിൽ നിന്നും ബി എന്ന വെക്ടറിൻ്റെ ഹെഡിലേക്ക് വരച്ചിരിക്കുന്ന വെക്ടർ എ പ്ലസ് ബിയും എ എന്ന വെക്ടറിൻ്റെ ടെയിലിൽ നിന്നും മൈനസ് ബി എന്ന വെക്ടറിൻ്റെ ഹെഡിലേക്ക് വരച്ചിരിക്കുന്ന വെക്ടർ എ മൈനസ് ബിയും ആയിരിക്കും. ഇങ്ങനെയാണ് ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ വെക്ടേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. വെക്ടർ അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ ഇനി കോമൺ ആയി യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡാണ് പാരലലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ. ഈ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. Let this is vector A and this is vector B. We have to add vector A with vector B. ഈ വെക്ടർ ബിയെ ഇതുപോലെ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഹിയർ ഐ ആം ഗോയിങ് ടു കൺസ്ട്രക്ട് എ പാരലലോഗ്രാം. പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കൂ, ഈ എ എന്ന വെക്ടറിന് ഈക്വലും പാരലലുമായി ഞാൻ ദേ ഇവിടെ ഒരു സൈഡ് വരയ്ക്കുന്നു. ഈ വരച്ചിരിക്കുന്ന സൈഡ് ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്ന വെക്ടറിനെ തന്നെയാണ്. കാരണം ഈ സൈഡിന് എയുടെ അതേ മാഗ്നിറ്റ്യൂഡും എയുടെ അതേ ഡയറക്ഷനുമാണ്. സിമിലർലി ഹിയർ വി ക്യാൻ കൺസ്ട്രക്ട് എ സൈഡ്. ദിസ് സൈഡ് ഹാസ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആസ് ദാറ്റ് ഓഫ് ബി ആൻഡ് ഇറ്റ് ഈസ് പാരലൽ ടു ബി. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ വരച്ചിരിക്കുന്നത് ബി എന്ന വെക്ടറിന് ഈക്വലായ ഒരു വെക്ടറാണ്. നമുക്ക് ഇനി ഈ പാരലോഗ്രാമിൻ്റെ ഒരു ഡയഗണൽ വരയ്ക്കാം. ഈ എ എന്ന വെക്ടറിൻ്റെയും ബി എന്ന വെക്ടറിൻ്റെയും കൂടി സം കിട്ടുന്നതിന് വേണ്ടി യു ഡ്രോ എ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സംശയം വരാം, ഈ പാരലോഗ്രാമിന് 2 ഡയഗണൽസ് ഉണ്ട്. ഈ തന്നിരിക്കുന്ന 2 വെക്ടേഴ്സിൻ്റെയും കൂടി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നോക്കൂ. ദേ ഈ കാണുന്നതല്ലേ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ? ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണൽ വരയ്ക്കുക. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡയഗണലേ ഉള്ളൂ അല്ലേ? ദേ ഈ കാണുന്നതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണൽ. ഈ ഡയഗണലാണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി.
ഇങ്ങനെയാണ് നമ്മൾ പാരലോഗ്രാം മെത്തേഡിൽ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത്. So if two vectors are represented by two sides of a parallelogram, then the diagonal starting from the point of intersection of the vectors will represent the sum of vectors. ഈ പാരലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ ഒന്ന് നന്നായി മനസ്സിലാകുന്നതിന് വേണ്ടി നമുക്ക് ഇതിനെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, എഴുതൂ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ. റെയിൻ ഈസ് falling vertically with a speed of 35 meter per second. Wind starts blowing after some time with a speed of 12 meter per second in east to west direction. In which direction should a boy waiting at a bus stop hold his umbrella? നോക്കൂ, ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. നിങ്ങൾ ഈ കാണുന്നത് കുറേ റെയിൻ ഡ്രോപ്സ് ആണ്. And in the question they say these raindrops are falling vertically down with a velocity of 35 meter per second. ഓക്കെ, ആ വെലോസിറ്റിയെ ഞാൻ ഫിഗറിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ VR എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, വെലോസിറ്റി ഓഫ് റെയിൻ ഡ്രോപ്സ്. ഞാൻ ഒരു ഡ്രോപ്പിൻ്റെ വെലോസിറ്റി മാത്രമേ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ, എല്ലാ ഡ്രോപ്സിനും ഇതേ വെലോസിറ്റി ഉണ്ട് എന്നറിയുക. Now you can see the raindrops are falling vertically down. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാൾ ഏത് ഡിറക്ഷനിൽ അംബ്രല്ല ഹോൾഡ് ചെയ്യണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും റെയിൻ ഡ്രോപ്സ് ആർ ഫോളിംഗ് വെർട്ടിക്കലി. സോ ടു പ്രൊട്ടക്ട് ഫ്രം ദിസ് ഹി ഹാസ് ടു ഹോൾഡ് ഹിസ് അംബ്രല്ല ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നൗ വിൻഡ് സ്റ്റാർട്ട്സ് ബ്ലോയിങ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഡിറക്ഷൻ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. Now there is a wind also. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഇപ്പോൾ റെയിൻ ഡ്രോപ്പിലേക്ക് ഒരു വിൻഡ് കൂടി ആക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫിഗറിൽ അത് കാണാൻ പറ്റും. ഇപ്പോൾ റെയിൻ ഡ്രോപ്സിന് വെർട്ടിക്കലി താഴേക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നൗ ദർ ആർ ടു വെലോസിറ്റീസ്, വെലോസിറ്റി ഓഫ് ദ റെയിൻ ഡ്രോപ്പ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ വിൻഡ്. ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും കൂടി സമ്മിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഈ റെയിൻ ഡ്രോപ്പ് ട്രാവൽ ചെയ്യുക. അപ്പോൾ നമുക്ക് VR എന്ന വെലോസിറ്റി ഓഫ് ദ റെയിൻ ഡ്രോപ്പ്, VW എന്ന വെലോസിറ്റി ഓഫ് ദ വിൻഡ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ റിസൾട്ടൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. നോക്കൂ, ഈ VR എന്ന സൈഡിന് ഈക്വലും പാരലുമായി ഞാൻ ഈ ഒരു സൈഡ് വരച്ചിട്ടുണ്ട്. ഇനി VW എന്ന സൈഡിന് ഈക്വലും പാരലുമായി ഞാൻ ഇവിടെയും ഒരു സൈഡ് വരയ്ക്കുന്നു. രണ്ട് വെക്ടേഴ്സിൻ്റെയും കൂടി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്നും ഞാനൊരു ഡയഗണൽ വരച്ചാൽ ആ ഡയഗണൽ നിങ്ങൾ ഇതുപോലെ കാണും. ഇതാണ് റിസൾട്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ സം ഓഫ് വെക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ. സോ ദ റെയിൻ ഡ്രോപ്പ് വിൽ ബിഗിൻ ടു ട്രാവൽ ഇൻ ദിസ് പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ റെയിൻ ഡ്രോപ്പിൻ്റെ പാത്ത് വെർട്ടിക്കലുമായി തീറ്റ എന്ന ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ആ തീറ്റയുടെ വാല്യൂ ഒന്ന് ഡിറ്റർമിൻ ചെയ്യാം. ഈ ട്രയാങ്കിളിൽ നിന്നും നിങ്ങൾ ടാൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയും. യു ഹാവ് ടാൻ തീറ്റ ഈക്വൽസ് VW ബൈ VR. രണ്ട് വെലോസിറ്റി വാല്യൂസ് നിങ്ങൾക്ക് അറിയാമല്ലോ, രണ്ട് വാല്യൂസും കൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. യു വിൽ ഗെറ്റ് ടാൻ തീറ്റ ഈക്വൽസ് 12 ബൈ 35 ഓർ ടാൻ തീറ്റ ഈക്വൽസ് 0.343. അതിനകത്തുനിന്ന് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. സോ തീറ്റ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0.343. നിങ്ങളുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ആൻഡ് യു വിൽ ഗെറ്റ് തീറ്റ ഈക്വൽസ് നിയർലി 19 ഡിഗ്രി. ഇനി ഫിഗറിലേക്ക് നോക്കൂ. വാട്ടർ ഡ്രോപ്സ് 19 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ബോയ് ഹാസ് ടു ഹോൾഡ് ഹിസ് അംബ്രല്ല at an angle of 19 degree in the vertical plane towards east. ഫിഗറിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഈസ്റ്റിലേക്ക് ടേൺ ചെയ്യിച്ചാണ് ഇയാൾ അംബ്രല്ല ഹോൾഡ് ചെയ്യേണ്ടത്. ഇനി വെക്ടേഴ്സിൻ്റെ ഒരു പുതിയ കോൺസെപ്റ്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ കോൺസെപ്റ്റ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, 1 എന്നാണ് യൂണിറ്റ് എന്നാൽ മീനിങ്. ഇപ്പോൾ ഫിഗറിൽ നിങ്ങളൊരു വെക്ടർ കാണുന്നുണ്ട്. ലെറ്റ് ദിസ് വെക്ടർ ഈസ് A and the magnitude of this vector is 2 Newton.
Now, I am going to construct another vector. സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വെക്ടറും കാണാം. The second vector has the same direction as that of A. Moreover, let the magnitude of this new vector is 1. If so, you can say the second vector is a unit vector in the direction of the vector A. So, simply saying unit vector is a vector of unit magnitude and it points in a given direction. അപ്പോൾ എ എന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെയാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് സാധാരണ പോയിന്റേഴ്സ് പോലെ ബിഹേവ് ചെയ്യുന്ന വെക്ടേഴ്സാണ്. മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അത് ഡയറക്ഷൻ ഇൻ സ്പേസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ അറിയേണ്ടത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് എന്നതും അത് യൂണിറ്റ് ലെസ് ആണ് എന്നതുമാണ്. അതിന് യൂണിറ്റ് ഇല്ല. അതിൻ്റെ പേര് യൂണിറ്റ് വെക്ടർ എന്നാണ്, പക്ഷേ അതിന് യൂണിറ്റ് ഇല്ല എന്ന കാര്യം ഓർക്കുക. ഈ എ എന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ എ എന്ന വെക്ടറിന് ഒരു ഹാറ്റ് പ്ലേസ് ചെയ്തുകൊണ്ടാണ്. ഇതിനെ നമ്മൾ വായിക്കുന്നത് എ ക്യാപ്പ് എന്നാണ്. സോ മോഡുലസ് ഓഫ് എ ക്യാപ്പ് ഈസ് 1. ഇൻ ദി സിറ്റുവേഷൻ മോഡുലസ് ഓഫ് എ ഈസ് 2 ന്യൂട്ടൺ. വെക്ടർ എയും എ ക്യാപ്പുമായുള്ള ഡിഫറൻസ് ഇതിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് നമുക്ക് വളരെ ഫെമിലിയറായ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. യു നോ ദീസ് 3 ആക്സിസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ദാറ്റ് മീൻസ് ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് 90 ഡിഗ്രി, ആംഗിൾ ബിറ്റ്വീൻ വൈ ആൻഡ് ഇസഡ് ഈസ് 90 ഡിഗ്രി ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആൻഡ് ഇസഡ് ഓൾസോ ഈസ് 90 ഡിഗ്രി. ഈ എക്സ് ആക്സിസ് എന്ന വെക്ടറിന് പാരലായി നമുക്കൊരു യൂണിറ്റ് വെക്ടർ ഇമാജിൻ ചെയ്തൂടെ? ആ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഐ ക്യാപ്പ് എന്നാണ്. സോ റിമെമ്പർ ഐ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ഡയറക്ഷൻ. ഇഫ് സോ we can consider a unit vector parallel to y axis. That unit vector is represented as j cap. So j cap is a unit vector along y direction. Similarly, you can construct a unit vector along z direction. Z ഡയറക്ഷനിലൂടെയുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ k cap എന്ന് റെപ്രസെൻ്റ് ചെയ്യും. These 3 unit vectors I, j and k are called orthogonal unit vectors. എന്തുകൊണ്ടാണ് നമ്മളിതിനെ ഓർത്തോഗണൽ എന്ന് പറഞ്ഞത്? All these 3 unit vectors are mutually perpendicular. അതുകൊണ്ടാണ് നമ്മളിതിനെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുക. ഈ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിന് ചില പ്രത്യേകതകളുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജെ ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ and that is equal to 1. Another one, the angle between any 2 orthogonal unit vectors is 90 degree. നമുക്ക് ഇനി എന്താണ് ഈ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഐ എം സേയിങ് an object is moving with a speed of 70 meter per second along x axis. ഇത് ഈ ഓബ്ജക്റ്റിൻ്റെ സ്പീഡാണ്. ഇതിനെ ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ആക്കി നമുക്ക് ഇങ്ങനെ എഴുതാം, വെലോസിറ്റി ഓഫ് ദി ഓബ്ജക്റ്റ് ഈക്വൽസ് 70 I മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ ഞാൻ എഴുതിയേക്കുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കൂ, അത് 70 I എന്നാണ്. ബട്ട് വി നോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ഈസ് 1. സോ സ്റ്റിൽ ദ മാഗ്നിറ്റ്യൂഡ് ഈസ് 70 ഇറ്റ്സെൽഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐ എന്ന് പറയുന്ന ഒരു പോയിന്റർ പോലെ ബിഹേവ് ചെയ്യും. നൗ ദാറ്റ് യൂണിറ്റ് വെക്ടർ ഐ ടെൽസ് യു ദാറ്റ് this object is moving along x-axis. So if a force of 50 Newton is acting along z-axis, you can say the force is F equals 50 k Newton. ഇപ്പോഴും വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 50 തന്നെയാണ്, ബിക്കോസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ ഈസ് 1. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ യൂണിറ്റ് വെക്ടേഴ്സിന് യൂണിറ്റ് ഇല്ല എന്ന്. ഈ ഒരു എക്സാമ്പിൾ നോക്കി, 50യുടെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇനി കെക്ക് കൂടി യൂണിറ്റ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. കെക്ക് ന്യൂട്ടൺ എന്നൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സ്ക്വയർ എന്ന് മാറില്ലായിരുന്നോ? ന്യൂട്ടൺ സ്ക്വയർ അല്ല ഫോഴ്സിൻ്റെ യൂണിറ്റ്. അങ്ങനെ മാറാത്തത് എന്തുകൊണ്ടാണ്?
കെ എന്ന യൂണിറ്റ് വെക്ടറിന് യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ലെറ്റ് ദി ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 20j മീൻസ് ദ ഏരിയ വെക്ടർ ഈസ് ആക്ടിങ് എലോങ് y ഡയറക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഏരിയ എല്ലായ്പ്പോഴും അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇഫ് ദ ഏരിയ ഈസ് ആക്ടിങ് എലോങ് y ഡയറക്ഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഏരിയ ഈസ് കമ്മിങ് ഇൻ XZ പ്ലെയിൻ. ഇതാണ് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാമെന്നും വെക്ടേഴ്സിനെ എങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യാമെന്നുമാണ്. വെക്ടർ സബ്ട്രാക്റ്റ് ചെയ്യുന്നതിന് നമുക്ക് പുതിയതായ മെത്തേഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. വെക്ടർ അഡീഷൻ തന്നെയാണ് നമ്മൾ അവിടെയും യൂസ് ചെയ്തത്. വെക്ടർ അഡീഷന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ 2 മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു, ട്രയാങ്കിൾ മെത്തേഡും പാരലോഗ്രാം മെത്തേഡും. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് പാരലോഗ്രാം മെത്തേഡാണ്. ഈ പാരലോഗ്രാം മെത്തേഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.